ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ ചാനൽ വിത്ത് അമറാസ് വേൾഡ്. അപ്പം ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി സാധനമാണ്. നിങ്ങൾക്ക് ഇത് ഒരു ക്രാഫ്റ്റ് വീഡിയോ ആണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് നല്ല ഉപകാരപ്പെടുന്ന ഒരു സാധനമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സാധനം നിങ്ങൾ എല്ലാ സ്ഥലത്തും കണ്ടിട്ടുണ്ടാകും. ഞാൻ കാണിച്ചത് ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ ഒരു സാധനമാണ്. ഞാൻ രണ്ടെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ക്യൂട്ട് മിനി നോട്ട്. നമ്മുടെ കവായ് സ്റ്റിക്കേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒട്ടിക്കാം. ഇത് ഒരു A4 ഷീറ്റിനെ കൊണ്ടാണ് ഞാൻ ഇത്രയും പേജസ് ആക്കിയത്. ഇത് ഒരു 10, 11, 12 അങ്ങനെ ഉണ്ടാകും. അല്ല, 10ൻ്റെ മുകളിലുണ്ടാവും ഗൈസ്. ഇത്രയും പേജസ് ഉണ്ട്. ഒരു A4 ഷീറ്റിനെ കൊണ്ട് ഇത്രയും പേജസ് മിനി നോട്ട് ആക്കണമെങ്കിൽ എൻ്റെ ഈ വീഡിയോ എന്തായാലും നിങ്ങൾ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ കാണണം കേട്ടോ. ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്തായാലും നിങ്ങൾ കാണണം, മറക്കരുത്. ഓക്കെ, ഇതാണ് ഞാൻ രണ്ടെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പിങ്ക് കളർ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ പേപ്പർ എടുക്കാം, അല്ലെങ്കിൽ സാധാ പേപ്പർ എടുക്കാം. പക്ഷേ A4 ഷീറ്റ് ആയിരിക്കണം. അതാണ്. സാധാ പേപ്പർ ആണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ കുറച്ചുണ്ടാവും, അതൊരു പ്രശ്നമുണ്ട്. ഓക്കെ, രണ്ടെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണേന്ന് നമുക്ക് ഈ വീഡിയോയിൽ കാണും. നമുക്ക് തുടങ്ങാം. വാ. ആദ്യം നമുക്ക് ആവശ്യം ഒരു A4 ഷീറ്റാണ്. ഞാൻ ഫയലിലാണ് A4 ഷീറ്റൊക്കെ വെക്കൽ. അപ്പോൾ നമുക്ക് ഒരു A4 ഷീറ്റ് എടുക്കാം. എൻ്റെ ഇപ്പോൾ 2-3 കളർ പേപ്പർ ഉണ്ട്, പക്ഷെ നമുക്ക് കളർ പേപ്പർ വേണ്ട. കളർ പേപ്പർ എടുക്കണം. കളർ പേപ്പർ എടുക്കാം. ഓക്കെ, ഇത് യെല്ലോ കളർ പേപ്പറാണ് എടുത്ത് നിൽക്കുന്നത്. ഇല്ല, വേണ്ട 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 വേണ്ട. നമുക്കിപ്പോൾ തൽക്കാലം A4 ഷീറ്റ് എടുക്കാം. നിങ്ങൾ മനസ്സിലിപ്പോൾ ഇങ്ങനെ എടുക്കുക, എന്തെങ്കിലും ഒന്ന് ഉറപ്പിച്ച് A4 ഷീറ്റ്. A4 ഷീറ്റ് കാണില്ല ഗൈസ്. ഓക്കെ ഗൈസ്, A4 ഷീറ്റ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫയലൊക്കെ മാറ്റി A4 ഷീറ്റിൻ്റെ കളിയാണ് ഇനി. ഓക്കെ, A4 ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈക്വലായി ഇങ്ങനെ മടക്കണം. ഇങ്ങനെ മടക്കാം. ഓക്കെ, ഇങ്ങനെ മടക്കി കൊടുക്കാം. മടക്കിയിട്ടുണ്ട് ഇങ്ങനെ കേട്ടോ. ഇനി നമുക്ക് പിന്നെയും ഇങ്ങനെ സൈസ് ഈക്വലായി പിന്നെയും ഇങ്ങനെ ഒന്ന് ചെയ്യാം. അങ്ങനെ ഓരോരോന്ന് ചെയ്യണം. എവിടം വരെ സ്റ്റോപ്പ് ആക്കണം ഞാൻ ഈ ഫുൾ വീഡിയോ കാണിച്ചു കേട്ടോ. പിന്നെയും മടക്കണേ, ഇനി പിന്നെയും മടക്കണം, എന്നാലാണ് കുറേ കിട്ടും. പിന്നെയും മടക്കുമ്പോൾ നമുക്കൊന്ന് ഷേപ്പാക്കാൻ സ്കെയിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് ലാസ്റ്റത്തെ ഒരു മടക്ക് മാത്രം. ഇനി പിന്നെയും മടത്തി ഈ ഈക്വലായിട്ട് തന്നെയാണ് എല്ലാ സൈഡും മടക്കുന്നത്. ഓക്കെ, പിന്നെ മടക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തുറക്കാം. ഒന്നുകൂടി ഒന്ന് ടിറ്റാക്കി നോക്കാം. ഇനി തുറക്കാം. നമ്മൾ മടിക്കിയതെല്ലാം ഒന്ന് തുറക്കണം. അപ്പം ഇത് നമുക്കിതാ ഇങ്ങനെ കിട്ടും. എന്നിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ലൈൻസ് ഇല്ല, ഇവിടും താഴോട്ടേക്കുള്ള ലൈൻസ്, അത് ഓരോരോ ലൈനായിട്ട് ഒന്ന് മുറിക്കണം. ഇപ്പോൾ എക്സാമ്പിൾ ഇങ്ങനെ ഒരു വേണ്ടാത്ത പേജ് എടുക്കാം. ഞാൻ കാണിച്ചു തരാം. വേണ്ടാത്ത പേജ്. ഓക്കെ, ഇത് വേണ്ടാത്ത പേജാണേ. ഇതിപ്പോൾ തൽക്കാലം ഞാൻ കാണിച്ചിരുന്നതാണ് കേട്ടോ. ഇത് ലൈനാന്ന് വിചാരിക്കും. ഈ പെൻസിലിനെ കൊണ്ട് വരയുന്ന ലൈനാന്ന് വിചാരിക്കേ. ഇങ്ങനത്തെ ചെയ്താൽ കുറേ ലൈൻസ് ഇല്ല. ഇങ്ങനെയാണ് നമ്മളുടെ ലൈൻസ് ഉള്ളത്. ഒരു ഇങ്ങനെ ബോക്സ് ആയിട്ട് കാണുന്നുണ്ടോ? ഇങ്ങനെ ബോക്സ് ആയിട്ടാണ് ലൈൻസ് ഉള്ളത്. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോഴൊക്കെ ഉണ്ടാകും ഈ ഒരു ലൈന് താഴത്തേക്ക് വരെ, അങ്ങനെ ഓരോരോ ലൈൻ ഇങ്ങനെ താഴത്തായിട്ട് മുറിച്ചിട്ടാണ് ചെയ്യണം. അപ്പോൾ ഞാൻ മുറിച്ചിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഇതാണ് മുറിച്ച് ലാസ്റ്റത്തെയാണ്. അങ്ങൂടി മുറിക്കട്ടെ. ഓക്കെ, അപ്പോൾ ഞാനിതാ ഓരോരോ സൈഡ് ഇതാ മുറിച്ചിട്ടുണ്ട്. ഇതാ അങ്ങനെ ആക്കിയാൽ നിങ്ങൾക്ക് 4 പേജസ് കിട്ടും. ഇങ്ങനത്തെ 4 പേജസ്. ഇനി 3 മാറ്റി വെച്ച് ഒന്നെടുക്കാം. ഒന്നെടുത്ത് നമ്മളുടെ ഇവിടെ ഒരു ഇത് കണ്ടോ, ഇവിടെ ഒരു ലൈന് അങ്ങനെ താഴത്തെ വരെ ഇങ്ങനെ ഫുള്ളുണ്ടാവും. അതൊക്കെ ഒന്ന് കുഞ്ഞു പീസാക്കണം.
അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും കൂടി കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ മടിക്കൊണ്ട് അതിൻ്റെ കല ഇങ്ങനെ കാണും. അപ്പോൾ ഇതാ ഇനി ഇവിടുന്ന് കട്ട് ചെയ്യാം. അതേപോലെ താഴത്ത് ലൈൻ ഉണ്ടാവും, അവിടുന്ന് കട്ട് ചെയ്യാം, താഴത്ത് ലൈൻ ഉണ്ടാവും. അങ്ങനെ 4 പീസസ് കിട്ടും നമുക്ക്. അതേപോലെ ഈ 4 പേജസ് ഉണ്ടല്ലോ, ഈ 4 പേജസും അതേപോലെ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. അതെ ഗൈസ്, ഏതാ കുഞ്ഞു പീസാക്കിയിട്ടുണ്ട് ഉണ്ടോ. മൊത്തം നിറയെ കിട്ടും. അയ്യോ ഇതാ 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 ഓക്കെ, ഇത്രയും പേജസാണ് ഞാനിങ്ങനെ മുറിച്ചിട്ട് കിട്ടിയത്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് അടുപ്പിച്ചിങ്ങനെ വെക്കാം. ഇപ്പോൾ എക്സാമ്പിൾ ഇങ്ങനെ ഇത് ഏടി പാറിപ്പോന്ന് അങ്ങനെ ഓരോന്ന് ഇങ്ങനെ വെച്ചെടുക്കാം. അപ്പോൾ ഇത് ഫുള്ളും അങ്ങനെ വെക്കാം. ഇപ്പോൾ ഗൈസ് ഞാൻ ഇതാ ഞാൻ അട്ടിക്ക് വെച്ചിട്ടുണ്ട് ഉണ്ടോ. ഇനി നമുക്ക് അയ്യോ പൊടിയെല്ലാം മാറി. ഇനി നമുക്ക് സ്റ്റാപ്ലറിനെ കൊണ്ട് ഇങ്ങനെ അടിക്കണം. അത് അതിൻ്റെ അടുക്ക് പോയി പോന്ന്. ഓക്കെ, ഇനി നമുക്ക് സ്റ്റാപ്ലറിനെ കൊണ്ട് ഇങ്ങനെ അടിക്കാം. ഞാനൊരു 3 അടിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര അടിക്കാം. കൂടി സ്റ്റാപ്ലറിനെ കൊണ്ട് അടിച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ ഒരു ബുക്കായി. ഓക്കെ, ഇനി നമുക്ക് അതിനൊന്ന് മുഞ്ചാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് ഒരു സ്കെച്ചിനെ കൊണ്ട് ആദ്യം ഒന്ന് മുഞ്ചാക്കാം. ഇത് സ്കെച്ചിനെ കൊണ്ട് നമുക്ക് ഈ സ്റ്റാപ്ലർ ഡിസൈൻ്റെ മുകളിൽ ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കാം. എന്നാലുള്ള സ്റ്റാപ്ലർ അടിച്ചിട്ടില്ല എന്നറിയണം. സ്കെച്ചിനെ കൊണ്ട് ജസ്റ്റ് നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ അവിടെ ഇവിടെ എല്ലാം ആയിട്ടാണ് സ്കെച്ചിനെ കൊണ്ട് ആക്കി കൊടുത്തത്. വെരി ഡിസ്കസ്റ്റിംഗ് ബുക്കായിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാം മുഞ്ചിലാക്കണേ നിങ്ങൾ. ഓക്കെ, നിങ്ങൾ ഈ നോട്ട് ആക്കിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് എന്തായാലും ചെയ്യണം. ഞാൻ ഈ ബുക്കാക്കി അടിപൊളിയാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. ഇത് നിങ്ങൾ ആക്കിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് എന്തായാലും ചെയ്യണേ. നമുക്കറിയണ്ടേ നിങ്ങളെല്ലാം ചെയ്തെന്ന്. ഓക്കെ, ജസ്റ്റ് അതിൻ്റെ കൂടെ സ്കെച്ചിനെ കൊണ്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കവായ് സ്റ്റിക്കേഴ്സിനെ കൊണ്ടൊന്നും ഉണ്ടാക്കണം. ഒക്കെ ഇല്ലെങ്കിൽ സാധാ ഇത് സ്റ്റിക്കറാക്കിയാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിത്രം വരച്ച് ഒന്ന് മുഞ്ചാക്കിയാൽ മതി. ഇല്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഒന്നും വിചാരിക്കണ്ട. ഇല്ലെങ്കിൽ നെവർ ഒരു ഞാൻ ഈ ഒരു ചിത്രമാണ് എടുക്കുന്നത്. ഇത് നമുക്ക് അതെടുത്ത് ഒട്ടിക്കാം. അയ്യോ അപ്പുറത്ത് എത്താം. ഈ കവായ് സ്റ്റിക്കേഴ്സ് എനിക്ക് പണ്ടൊന്നും തീരെ പരിചയമില്ലാത്ത സാധനമാണ്. പിന്നെ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ഇങ്ങനെ ട്രെൻഡിങ് ആയാലും പിന്നെ ജസ്റ്റ് ഒന്ന് ഇക്കാക്ക ബർത്ത്ഡേക്ക് പറഞ്ഞു എനിക്ക് എന്താ ഗിഫ്റ്റ് വേണ്ടിയെന്ന്. അപ്പം ഞാൻ പറഞ്ഞു കവായ് സ്റ്റിക്കേഴ്സ്. ഞാൻ യൂട്യൂബ് കേട്ട് പറഞ്ഞതാണ് കവായ് സ്റ്റിക്കേഴ്സ് വാങ്ങും. അപ്പോൾ വാങ്ങിച്ചതൊന്നും എനിക്കൊന്നും അറിയില്ല. ഇനി ഇതെങ്ങനെ ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടത് ഒന്നും അറിയില്ല. ഇപ്പോഴാണ് ഞാൻ യൂട്യൂബ് നോക്കി മനസ്സിലായത്. അപ്പോൾ വാങ്ങിച്ചു കേട്ടോ. ഞാൻ ഇത് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി താഴത്ത് നമുക്ക് മിനി നോട്ട്ബുക്ക് അങ്ങനെ എന്തെങ്കിലും എഴുതണമല്ലോ. എന്ത് കലാപാഠികൾ ചെയ്യണ്ടേ എന്നാ അയ്യോ ഈ പെന്ന് തുറന്നിട്ടുണ്ട്. മഷി ഇങ്ക് വരുക. സത്യം പറഞ്ഞാൽ ഇങ്ക് വരില്ല. അപ്പം നമുക്ക് എന്താക്കണം? സ്കെച്ചിന് പണ്ടായിരുന്നു. നമുക്ക് സ്കെച്ച് എന്തായാലും വേണ്ട. നമുക്ക് എന്തെങ്കിലും പെൻസിലാ പെന്ന അങ്ങനെ എന്ത് ചെയ്യാം. പിന്നെ ഈ 2 സ്കെച്ചാണ് എടുത്തത്. ഒന്ന് ഇതൊന്ന് ഷെയ്ഡ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കാനാണ്. ഇതിനെ കൊണ്ടാണ് എഴുതുന്നത്. ഫസ്റ്റ് ഇതിനെ കൊണ്ടൊന്ന് എഴുതിയിട്ട് അതിൻ്റെ മുകളിൽ എഴുതാം. ഇതൊക്കെ എന്തുമാണ് ഇത്? ഞാൻ ജസ്റ്റ് മിനി ക്യൂട്ട് നോട്ട്ബുക്ക് എന്നാണ് എഴുതുന്നത്. മിനി മിനി ക്യൂട്ട് നോട്ട്ബുക്ക്.
ഓക്കെ, ഞാൻ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്ലാക്ക് സ്കെച്ചിനെ കൊണ്ട് അതിൻ്റെ അടിയിലും ജസ്റ്റ് ഇങ്ങനെ എഴുതി കൊടുക്കാം. നമുക്കിത് മനസ്സിലാവണം. ഒരു ഫൈനൽ ലുക്കിന് എന്തായാലും ഇങ്ങനെ കാണിച്ചു തരും. ഓക്കെ, കഴിയാനായി. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ ഇത് ഇട്ടിട്ടുണ്ട്. അടിപൊളി ആയിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ പറയും. ബട്ട് നിങ്ങളാക്കിയതിനായിരിക്കും രസം ഉണ്ടാവുക. ഞാൻ ഉണ്ടാക്കിയ എന്തായാലും രസമില്ല. അതിൻ്റെ മോൾ എന്തെങ്കിലും ഒരു പരിപാടി ചെയ്യണ്ടേ. ദാറ്റ്സ് മൈ ജോബ്. ഓക്കെ, ഇതാ ഞാൻ ഇങ്ങനെയാണ് എഴുതിയത്. എ മിനി ക്യൂട്ട് നോട്ട്ബുക്ക്. ഇത് കാണാൻ അത്ര മുഞ്ചില്ല. അതാണ് എനിക്കും പറയാനുള്ളത്. നിങ്ങളുടെ എൻ്റെ ഈ ഒരു ക്രാഫ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഒരു ചെറിയ കവർ സ്റ്റിക്കേഴ്സും കൂടി എടുക്കാം. ഏതെടുക്കും? പക്ഷെ വേണ്ടൊന്നുമില്ല. സ്റ്റാറിൻ്റെ കവർ സ്റ്റിക്കേഴ്സ്. സ്റ്റാർ ചിലപ്പോൾ ഈ കവായ് സ്റ്റിക്കേഴ്സ് എടുക്കുമ്പോൾ മെയിനായിട്ടൊരു പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ പൊട്ടി വരും. ദാറ്റ് ഈസ് വെരി ബാഡ്. ദാറ്റ്സ് വെരി ബാഡ്. എനിക്കത് ഇഷ്ടമില്ലാത്തതാണ്. ഇങ്ങനെ എടുക്കുമ്പോൾ പൊട്ടി വരിക എനിക്കിഷ്ടമല്ല. അപ്പോൾ ഇതാ ഫൈനൽ ലുക്ക് കാണണ്ടേ? നമ്മൾ ഈ വീഡിയോയിൽ ഫുള്ള് സംസാരിക്കലാന്ന് തോന്നല്ലേ. എന്ത് ചെയ്യാനാ? വായി ഇങ്ങനെ തുറന്നു പോകുന്നു. മീൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. വെരി സാഡ്. ഓക്കെ, ഇനി ഞാൻ കൺട്രോൾ ചെയ്യും. ഓക്കെ, അപ്പം നമുക്ക് ഫൈനൽ ലുക്ക് കാണണ്ടേ. ഓക്കെ, ഇതെല്ലാം മാറ്റാം. ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. ആദ്യത്തെയും കാണിച്ചു തരാം, ഇപ്പം ചെയ്തതിൻ്റെയും കാണിച്ചു തരാം. ആദ്യത്തെ ഞാൻ കാണിച്ചു തരാം. ആദ്യത്തെ കാണിച്ചു. ഇനി ഞാൻ ഇപ്പോൾ ചെയ്ത ബിനി നോട്ട് കാണിച്ചു തരാം. ഇപ്പം ചെയ്തത് അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് എന്തായാലും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഇങ്ങനത്തെ വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ക്രാഫ്റ്റിൻ്റെയും ഡ്രോയിങ്ങിൻ്റെയും ഒക്കെ കുറേ എണ്ണം ഇട്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങളാരും കമൻറ്റ് ചെയ്തിരിക്കില്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി വേണമെങ്കിൽ കമൻറ്റ്. ഓക്കെ, ബൈ. ആദ്യത്തെ ഇപ്പം ഉണ്ടാക്കി.